യാലോ ഗായ്സ്, അപ്പോൾ എൻ്റെ അനിയത്തിയുടെ പ്രീ എൻഗേജ്മെന്റ് വ്ളോഗ് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരൂ ഗൈസ്. അപ്പോൾ ഇത് ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് വീഡിയോയോ എൻഗേജ്മെന്റ് വ്ളോഗോ അല്ല, ഞാൻ അതായിരുന്നു പറഞ്ഞത് ഇടുമെന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ വേറെ വ്ളോഗ് കുത്തിക്കയറ്റുകയാണ്. അതായത് മലബാർ ഗോൾഡിൽ പോയിട്ട് ഒരു ആർട്ടിസ്ട്രി ഷോ ഉണ്ടായിരുന്നു. അതിൽ നോമിൻ്റെ അനിയത്തി ഒരു മോഡലായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ റിങ് നോക്കാൻ പോയപ്പോൾ, അനിയത്തിൻ്റെ എൻഗേജ്മെൻറ്റ് റിങ് നോക്കാൻ പോയപ്പോൾ അവർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരിങ്ങനെ ശരിക്കുള്ള ബ്രൈഡുകളെ നോക്കുന്നുണ്ട്, അതായത് അവരെ മോഡലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, ഈ ഷോവിന് വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു ഓഫ് കോഴ്സ് എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ നോക്കാം. അങ്ങനെയാണ് ഈ ഒരു ദിവസത്തിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നിൽ, അതിന് മുന്നത്തെ ദിവസം കൂടി ഈ വ്ളോഗിലേക്ക് ഞാൻ കൂത്തി കയറ്റുകയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മുന്നിൽ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കണമല്ലോ, അതായത് നമുക്ക് അളവൊക്കെ ശരിയാക്കണമല്ലോ. അപ്പം മിച്ചു സാരിയാണ് ഉടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബ്ലൗസൊക്കെ ഒന്ന് ഫിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ TK ബുട്ടിക്കിലേക്ക് പോയി. അവരാണ് സാരി കാര്യങ്ങൾ ഡ്രസ്സൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പം എല്ലാ ഡ്രസ്സും അവരുടെ വകയായിരുന്നില്ല, പക്ഷെ കുറച്ച് എനിക്ക് തോന്നുന്നത് ഒരു 2 സാരിയും പിന്നെ ഏതൊക്കെയോ വലിയൊരു ഒരു ജമണ്ടൻ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അവരുടെ വകയായിരുന്നു തോന്നുന്നു. അത് ഞാൻ കാണിച്ചു തരാം, വ്ളോഗിലേക്ക് വരുമ്പോൾ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ബ്ലൗസൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കണമല്ലോ. അപ്പം ഇതിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. എനിക്ക് ഈ വ്ളോഗ് വരെയൊക്കെ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കയറി തന്നെ മിച്ചുവിൻ്റെ ബ്ലൗസൊക്കെ ഫിറ്റ് ആയിരുന്നു, ലേശം ഒരു പിന്നെ കുത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് മിച്ചുവിന് വേണ്ടി ഉണ്ടാക്കിയ പോലെ തന്നെയായിരുന്നു. പിന്നെ സാരി ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ വലിയ ഇതൊന്നും വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂടെ ഇറങ്ങി ഞങ്ങൾ നേരെ ഷാപ്പിലേക്ക് പോയിരിക്കുകയാണ്, ഗോകുലം മോളിലെ ഷാപ്പിലേക്ക്. അപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു അച്ഛനും മിച്ചു ഇതുവരെ കയറിയിട്ടില്ല. അപ്പം ഞാനാണ് നിർബന്ധം പിടിച്ചിട്ട് അവിടെ കയറാന്ന് പറഞ്ഞാൽ അവളെ കൊണ്ട് കയറ്റി കേട്ടോ. അപ്പോൾ നല്ല വിശപ്പുള്ള സമയമായിരുന്നു. ഞങ്ങൾ നെയ്ച്ചോറും പിന്നെ ഇടിച്ച് കുത്തിയ ചിക്കൻ, പിന്നെ എന്തോ ഒരു കല്ലുവച്ചായൻ്റെ എന്താ ബീഫ് കറിയോ അങ്ങനെ എന്തൊരു സാധനം കഴിച്ചു കേട്ടോ. ഓൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ വരുന്നത് ഒരു ജ്യൂസാണ് കുടിച്ചിട്ടുള്ളത്, പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ടെൻഡർ കോക്കനട്ടും ഗ്രേപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി സാധനം കേട്ടോ. ആദ്യമായിട്ടാണ് കുടിക്കുന്നത്. ആദ്യം കുടിച്ചപ്പോൾ തന്നെ നോവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, പേരുത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് അറിയോ, ഇവരുടെ പ്രസൻറ്റേഷൻ. സാധാരണ വെറും പ്ലേറ്റിലാക്കിയിട്ടല്ല ഇവർ ഫുഡ് കൊണ്ടുപോയി വെക്കുന്നത്. എന്താ പറയുക, നല്ല അടിപൊളി രീതിയിൽ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. നമുക്കിങ്ങനെ അതിലേക്കൊരു ഇങ്ങനെ അട്രാക്ഷൻ വരും, കഴിക്കാനുള്ള ത്വര വരും. അപ്പോൾ ബാക്കിയുള്ള ടേബിളുകൾ ഈ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് ചോദിച്ചിട്ട് അത് വാങ്ങിക്കാൻ തോന്നും. അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ജ്യൂസ് തന്നെ എന്താ അടിപൊളിയായിട്ട് അവർ മിക്സ് ചെയ്ത് തരുന്നത്. Oh my God. Wow. അന്തം വിട്ട് നിൽക്കുന്ന അച്ഛൻ. സംഭവം കിടക്കാച്ചി. കാരണം ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, അമ്മ തന്തൈ പാവം ഡോക്ടറും. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും മറ്റേ സാധനങ്ങളൊന്നും കുടിക്കാൻ ഡോക്ടറായത് കൊണ്ട് ഇതുവരെ നിഷേധം. അതുകൊണ്ട് ഷാപ്പിൽ കയറിയത് കൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത ഒരു ഷാപ്പിലെ വൈബാക്കി എൻ്റെ പാവം അച്ഛൻ. അങ്ങനെ ഫിറ്റ് നോക്കാൻ പോയിട്ട് ഫുഡ് അടിച്ച് ഫിറ്റായി ഞങ്ങൾ 3 പേര് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഡേ ആയിരുന്നു. ഇനി നമുക്ക് മെയിൻ ദിവസത്തിലേക്ക് ചാടിയാലോ. ഞാനൊന്നും ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം എനിക്കറിയായിരുന്നു ഇത് 6 മണിക്ക് അവിടെ എത്തണം, അതായത് ടൗണിൽ എത്തണം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ മാവൂർ റോഡിലെ ടൗണിൽ എത്തണം. അപ്പം 6 മണിക്ക് എത്തണമെങ്കിൽ നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. കാരണം 1.5 മണിക്കൂർ യാത്ര ഉണ്ടല്ലോ. ഒരു 5 മണിക്കെങ്കിലും ഇറങ്ങണം, എന്നാലേ 6 മണിക്ക് അവിടെ എത്തുള്ളൂ. എല്ലാ ബ്രൈഡ്സിനോടും അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്ക് കൃത്യം എത്തണം. അപ്പോൾ ഈ 5 മണിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 4 മണിക്കാണെങ്കിലും എണീച്ചിട്ട് തുടങ്ങണമല്ലോ കലാപരിപാടികൾ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എണീക്കണ്ടെന്നല്ല, ഉറങ്ങിയാലല്ലേ എണീക്കണ്ടുള്ളൂ. അതെനിക്ക് പറ്റൂല. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പിന്നെ എണീക്കലുണ്ടാവില്ല. അപ്പം 4 മണി ആയപ്പോഴത്തേക്കും ഞാൻ പോയി താഴെ ഒന്നും കൂടി ഒന്ന് അടുക്കളയൊക്കെ തുറന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ എണീപ്പിക്കണമല്ലോ, ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അവരൊക്കെ ഡീപ്പ് സ്ലീപ്പ് ആണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി എണീച്ച് വന്ന് അപ്പോഴേക്കും ഒരാൾ ചാടിക്കയറി വന്നിട്ടുണ്ട്. ഒരൊച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പം
പെട്ടെന്ന് ചാടിക്കേറി വരും. അപ്പോൾ പിന്നെ എന്തെങ്കിലും കൊടുക്കാതെ നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? അപ്പോൾ ഇതിൻ്റെ ഒരു സംസാരം കേട്ട് അതിൻ്റെ ഫുഡൊക്കെ എടുത്ത് നമ്മളിതാ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ പുലർച്ചെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. നല്ല സുഖകരമായിട്ട് നമ്മളങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിക്കഴിഞ്ഞപ്പം എല്ലാ ബ്രൈഡ്സും കൃത്യമായിട്ട് 6 മണിക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ സമ്മ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ എത്തിയ സമയത്താണ് ആൾക്കാർ വന്ന് ഇത് തുറക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എല്ലാം തുറന്ന് അകത്ത് കയറിയപ്പോഴോ ഫുൾ അന്ധകാരം. എൻ്റെ ഒരു അന്ത്യാഭിലാഷമായിരുന്നു ഇങ്ങനെ ആരുമില്ലാണ്ട് ജ്വല്ലറിയിൽ ഇരുട്ടിൻ്റെയും മറവിൽ ഇങ്ങനെ സ്വർണ്ണമൊക്കെ നോക്കി ഇങ്ങനെ എൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണർന്നു. പക്ഷേ പൂഴ്ത്തി വെക്കുന്നതാണ് എനിക്കും എൻ്റെ ഫാമിലിക്കും നല്ലത്. എന്തായാലും ഈ ഒരു അവസരം എനിക്ക് തന്നതിൽ മലബാർ ഗോൾഡ് ഡയമണ്ട്സിലും എൻ്റെ അനിയത്തിക്കും എൻ്റെ വ്യക്തിപരമായും എൻ്റെ പ്രൊഫഷണൽ പരമായ രീതിയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാം കുറച്ച് സെറ്റാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും മറ്റേ ഇലക്ട്രിസിറ്റി സാധനങ്ങൾ വരുത്തി, പിന്നെ ലിഫ്റ്റൊക്കെ തുറന്ന് അതിൻ്റെ മുകളിൽ പിന്നെ ഏതൊക്കെയൊക്കെ എനിക്ക് തോന്നുന്നു ചെങ്ങലൊക്കെ ഇട്ട് പൂട്ടിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തുറന്ന് വരുമ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫുൾ ജ്വല്ലറിയൊക്കെ നോക്കി വൈബ് ചെയ്തും കൂടി ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാ ബ്രൈഡ്സും കൂടി മുകളിലേക്ക് പോയി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം പുറത്തോട്ട് ഇരുന്നത്, അമ്മ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു മിച്ചുൻ്റെ കൂടെ. ഞാനും അച്ഛനും പുറത്തായിരുന്നത്. അപ്പം ഞാനിങ്ങനെ വെറുതെ എൻ്റെ നരകളൊക്കെ എണ്ണിയിരിക്കുകയായിരുന്നു. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ നമുക്കറിയില്ലല്ലോ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ ഇല്ലേ എന്ന്. കാരണം അവർക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രൈവസി വേണമല്ലോ. പിന്നെ അമ്മ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു അവിടെ വിശാലമായ സ്ഥലങ്ങളുണ്ട്, അവിടെ പോയിരിക്കാം. പിന്നെ മിച്ചുവിൻ്റെ വീഡിയോസൊക്കെ എടുക്കാമല്ലോ, വ്ളോഗിൽ കുത്തിക്കയറ്റാമല്ലോ. അപ്പം നീ അകത്തേക്ക് കയറുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അകത്തേക്ക് പോയതാണ് കേട്ടോ. പിന്നെ എല്ലാ ബ്രൈഡിനും ഓരോരോ മേക്കപ്പ് ആർട്ടിസ്റ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളുടെ മിച്ചുവിന് ചെയ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് വളരെയധികം മാന്യതയും വളരെയധികം സ്വീറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീ. അപ്പോൾ ആളുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെയധികം മനോഹരമായിട്ടാണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളും എന്താ പറയുക ഫുൾ സെറ്റാക്കി ഫുൾ എന്താ പറയുക പ്രോപ്പറായിട്ട് വന്ന ഒരാളാട്ടോ. കുറച്ച് കഴിയുമ്പം ആൾക്കാരിങ്ങനെ അതിപ്പോൾ നമുക്കില്ലാത്ത സാധനങ്ങൾ അവിടെ നിന്നൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഇവിടുന്നൊക്കെ ആളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ വന്നപ്പോൾ കുറേ ഏതൊക്കെയോ സാധനങ്ങൾ ആളുടെ കാണാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പാവത്തിന് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എനിക്ക് ലാസ്റ്റ് എന്താ പറയുക ഏതൊക്കെയോ സാധനങ്ങൾ കാണാത്തതിൻ്റെ സങ്കടം ആ മുഖത്ത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിപ്പോയും. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പാവം. എന്തായാലും ഞാൻ ഇൻസ്റ്റാ പ്രൊഫൈൽ ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കയറി നോക്കണേ. അങ്ങനെ എല്ലാ ബ്രൈഡും സെറ്റായിട്ട് നമ്മുടെ മേക്കപ്പ് ഒക്കെ അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. പിന്നെ എൻ്റെ രീതിക്കാണെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് മിക്കവാറും അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു എന്താ പറയുക ഒരിതായിരുന്നു, ഒരു പ്രിവ്യൂ ആയിരുന്നു. അതായത് എങ്ങനെ സാരി എടുക്കുന്നു, പിന്നെ ജ്വല്ലറി ഇടുന്നു, മേക്കപ്പ് ഇടുന്നു, ഹെയർ സെറ്റാക്കുന്നു. കാരണം മണിക്കൂറുകളോളമുള്ള പ്രോസസ്സാണ് ഈ മേക്കപ്പ് ഈസ് ആൻ ആർട്ട്. അപ്പോൾ ആർട്ടിസ്റ്റിന് വളരെയധികം സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പം മിച്ചുവാണെങ്കിൽ ഒരേ ഒരു പൊസിഷനിൽ ഇങ്ങനെ കൂടെ കിടക്കുകയാണ്. ചില നേരത്ത് നോക്കുമ്പോൾ കണ്ണുപോലെ അടയ്ക്കുന്നുണ്ടാവില്ല, ഏതൊക്കെയോ ലോകത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ആൾക്ക് ഇത് ഇങ്ങനെ മേക്കപ്പ് ഇടുന്നത് മണിക്കൂറോളം ഇരുന്ന് മേക്കപ്പ് ഇടുന്നത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. കാരണം ഇതല്ല ഇനി വരാൻ പോകുന്നത് ഒരു യമണ്ടൻ കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഏതൊക്കെയോ ലോകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാപ്പി വരുന്നത്. കാപ്പിയാണെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ കാപ്പി അല്ലായിരുന്നു, അത് ചായയായിരുന്നു. ചായ. മലബാർ ഗോൾഡിലെ കാപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഹൈപ്പിട്ടിട്ട് ആ ഗ്ലാസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് അത് കാപ്പിയായിരുന്നു എന്നായിരുന്നു. പക്ഷെ അടുത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് അത് ചായയാണ്. എൻ്റെ ഹൃദയം ഒന്ന് മുറുകി. പക്ഷെ കുഴപ്പമില്ല, ഈ വെളുപ്പാങ്കാലത്ത് ഒരു ചൂട് ചായ കിട്ടിയപ്പോൾ അതും വളരെയധികം പേശായിട്ട് ഞങ്ങൾ കുടിച്ചു. അങ്ങനെ ബ്രൈഡ്സും മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വളരെയധികം ഘോരമായ പണിയിലായിരുന്നു. ഞാനും അമ്മയും പോയിട്ട് ഭക്ഷണം കഴിച്ചു. ഇവർ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പുട്ടും ചെറുപയറും പാപ്പടമൊക്കെ കുത്തിക്കറ്റി വന്നു. പിന്നെ ബ്രൈഡ്സിനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും ഒക്കെ കഴിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് പുട്ടായത് കൊണ്ട് എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അതിനും ഒരു സൊല്യൂഷനായിട്ട് അവർ പഴംപൊരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നല്ല രീതിക്ക് തന്നെ അവർ പഴംപൊരി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതാകുമ്പോൾ പിന്നെ സുഖമാണ് കൊടുക്കാനും, പിന്നെ ആൾക്ക് കടിക്കാനൊക്കെ നല്ല സുഖമാണല്ലോ. പിന്നെ ചുണ്ടിലധികം ആവില്ല, എണ്ണയൊക്കെ ആവും, എന്നാലും അത് ഗ്ലോസ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട് ബുദ്ധിയുണ്ട്. അപ്പം ഞാനിങ്ങനെ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വയലങ്ങനെ കുത്തിക്കയറ്റി കൊടുത്തുകൊണ്ടിരിക്കുക. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിച്ചേ പറ്റൂ. കാരണം 1-2 റൗണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴേക്കും ധം എന്ന് പറഞ്ഞ് വീഴും. കാരണം നമ്മൾ നേരത്തെ പുലർച്ചെ എണീച്ച് വന്ന ആൾക്കാരാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് മെയിൻ കലാപരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മിച്ചു ഡിവൈൻ ബ്രൈഡ് ആട്ടോ. അപ്പം ഇതാണ് ഡിവൈൻ കളക്ഷനിൽ എനിക്ക് തോന്നുന്നത് മെയിൻ അട്രാക്ഷൻ. അതാണ് മിച്ചു ഇട്ടുകൊണ്ട് നടക്കേണ്ടത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് കണ്ടപ്പോഴേക്കും ഓ മൈ ഗോഡ്, എത്ര കോടിൻ്റെ സാധനമായിരിക്കും എൻ്റെ അനിയത്തി ഇട്ടുകൊണ്ട് നടക്കുന്നത്. എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷെ എൻ്റെ അനിയത്തിക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ മുഖത്ത് ലെവലേശ പോലും ഉണ്ടായിരുന്നില്ല. ഇട്ടോളൂ, ഞാൻ നടക്കാം, ഞാൻ പോസ്റ്റ് കൊടുക്കാം, നീ എൻ്റെ അനിയത്തി ആരാന്ന്. പിന്നെ ഇവർ രണ്ടുപേരാണ് സാരി ബ്രൈഡ്സ് കേട്ടോ. അപ്പം ഒരാൾ ഡിവൈൻ ബ്രൈഡ്, ഒരാൾ പ്രഷ്യ ബ്രൈഡ്.
അപ്പം ഇത് ഡിവൈൻ കളക്ഷൻ, ഇത് പ്രഷ്യ കളക്ഷൻ. ഇത് രണ്ടും നല്ല അടിപൊളി സാധനങ്ങളാട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സാരി ഉടുത്ത ആൾക്കാരുടെ ഈ രണ്ടുപേരുടെയും ഈ കളക്ഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. പിന്നെ ഓരോരുത്തരുടെയും ഫോട്ടോ സെഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തി പോസ് കൊടുത്ത് തിമിർക്കായിരുന്നു. പ്രൊഫഷണൽ ഫോട്ടോ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മാറ്റി നിർത്തി എൻ്റെതായിട്ടുള്ള രീതിയിൽ കുറെ ഫോട്ടോ എടുപ്പലും ചടങ്ങൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ അങ്ങനെ ഓരോരുത്തരും ഫോട്ടോ സെഷൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ടൈമായി മെയിൻ പരിപാടി കേട്ടിട്ട്. അങ്ങനെ എല്ലാ ബ്രൈഡ്സും കൂടിയിട്ട് അങ്ങോട്ട് കയറി താഴോട്ടേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ പിന്നെ മെല്ലെ മെല്ലെ നടന്ന് നീങ്ങി. അങ്ങനെ എല്ലാം സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. സെറ്റാക്കി ഇരുന്നപ്പോൾ തന്നെ പേസ്ട്രി എല്ലാവർക്കും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ചപ്പോൾ കിട്ടിയൊരു സുഖമുണ്ടല്ലോ. കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വന്നു. കുറച്ച് മധുരം എത്തിയപ്പോഴാണ് എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വന്നത്. ജ്യൂസൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അത് പക്ഷെ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പേസ്റ്റൊക്കെ കഴിച്ച് നല്ല വൈബ് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മളെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ഇരുന്നത് ബാക്കിലോട്ടായിരുന്നു കേട്ടോ. കാരണം കുറച്ചൊക്കെ അധികം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സീറ്റ് കിട്ടിയപ്പോൾ ബാക്കിലേക്കാണ് കിട്ടിയത്. പിന്നെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കുറേ ഫോട്ടോഗ്രാഫേഴ്സും പിന്നെ ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നിലേക്ക് ഓട്ടിപ്പോയിട്ട് അങ്ങോട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ വന്നത് നമ്മുടെ പോൾക്കി ബ്രൈഡാണ്. അത് കഴിഞ്ഞിട്ട് പ്രഷ്യ ബ്രൈഡ്, പിന്നെയാണ് നമ്മുടെ അനിയത്തിയുടെ എൻട്രി. പെണ്ണായാൽ പെണ്ണ് വേണം. സോറി, അത് തെറ്റിപ്പോയി. ഈശ്വറ, മലബാറിന്റെ തീം ഞാൻ തപ്പിപ്പിടിച്ചിട്ട് വരാട്ടും. അതിന്റെ മുന്നിലതേ ഡിവൈൻ ബ്രൈഡിനെ ഒന്നും കൂടി കണ്ടേക്ക്. പിന്നെ വരുന്നു ഡയമണ്ടും, അത് കഴിഞ്ഞ് അൺകട്ട് ഡയമണ്ടും, പിന്നെ ഒരു എത്തനിക്സ് ബ്രൈഡും കൂടി ഇരിക്കട്ടെ. കിട്ടിപ്പോയി ഏതോ ഒരു ഹിന്ദി സോങ് ഉണ്ട്. ഡാർലിംഗ് ഡേറിംഗ് ഒരു കാര്യം ചെയ്യാം, കോപ്പിറൈറ്റ് കിട്ടിയാലും വേണ്ടില്ല, ഞാൻ അവിടെ പാടിയ ആ സാധനം ഇല്ലേ, ആ മ്യൂസിക് ഇല്ലേ, അത് ഞാൻ കുത്തിക്കയറ്റാം. കോപ്പിറൈറ്റ് വരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ കേട്ടോ. 2 കളിപ്പിച്ച് കുത്തിക്കയറ്റാൻ പോവാണ്. നിങ്ങൾ അതിരുന്ന് കാണുക. അങ്ങനെ ഓരോരോ മനോഹര ബ്രൈഡും വന്ന് മനോഹര കളക്ഷനും കാണിച്ച് നമ്മുടെ പരിപാടിക്ക് ഒരു തുടക്കം കുടിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോയിരിക്കുകയാണ് അൺവെയിലിംഗ് സെറമണിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവർക്ക് പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു. അവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു, ആൾക്കാർ കൂട്ടത്തോടെ വരുന്നെടുക്കുന്നു, ആൾക്കാർ ഒറ്റയ്ക്ക് എടുക്കുന്നു. അതിനിടയ്ക്ക് കുഞ്ഞളെ വന്നിട്ടുണ്ടായിരുന്നു മിച്ചോനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞളേൻ്റെ കൂടെ ഫോട്ടോഷൂട്ട്, എൻ്റെ കൂടെ ഫോട്ടോഷൂട്ട്, അത് കഴിഞ്ഞിട്ട് ചാനൽക്കാരുണ്ടായിരുന്നു, പിന്നെ അവരെ കൂടെ ഫോട്ടോഷൂട്ട്. അങ്ങനെ ഫോട്ടോഷൂട്ട് മയം തന്നെയായിരുന്നു. അങ്ങനെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് വിളിക്കുന്നത് കേട്ടോ. ഒരു വലിയ കേക്കും വന്ന് എല്ലാം ബ്രൈഡും നിന്ന് കുറെ മെയിൻ ആൾക്കാരും വന്ന് എല്ലാവർക്കും ഒരു കത്തിയും കൊടുത്തിരുതാ. കത്തിക്കുത്ത് വെട്ടി തുറക്കി കേക്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സ്നേഹം പകർന്നിരിക്കുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ ബ്രൈഡുകൾക്കും ഒരു മെമ്മൻ്റോ കൊടുക്കൽ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നെ പ്രചമ്പരം കൊള്ളിച്ചത് അതൊന്നുമല്ല, ഇതാണ്. ഇത് കണ്ടില്ലേ, ഈ എല്ലാ ബ്രൈഡുകൾക്കും ഓരോരോ വലിയ കട്ട ഡയറി മിൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ നോട്ടം മൊത്തം അതിലേക്കായിരുന്നു. കൃത്യമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ തന്നിട്ടും ഉണ്ടായിരുന്നു. എൻ്റെ അനിയത്തിൻ്റെ ഗുരുത്തം വിട്ടൊരു കളിയില്ല. പിന്നെ ഇവർ രണ്ടുപേരും കണ്ടില്ലേ, ഇവർ രണ്ടുപേരായിരുന്നു അവിടുത്തെ എല്ലാം ഓൾ ഇൻ ഓൾ. ഓടി നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, രാവിലെ മുതൽ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ ഇവർ രണ്ടുപേരായിരുന്നു കേട്ടോ. ഇവര് പേര് ഞാൻ മറന്നുപോയി. പേരുകൾ എൻ്റെ തലയിൽ നിൽക്കാറില്ല. ഐ എം ദ സോറി ഐഡിയ. പിന്നെ പേര് എൻ്റെ അനിയത്തിയോട് ചോദിക്കാൻ പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് നട്ടപ്പാതിരയ്ക്ക് പോയിട്ട് പേര് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വേട്ടി കോലുമെന്നെ. ഇവർ രണ്ടുപേരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഈ എല്ലാ ബ്രൈഡ്സും ഓക്കെ അല്ലേ, എന്തെങ്കിലും വേണോ എല്ലാം നോക്കി വളരെയധികം കംഫർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവരെ മാത്രമല്ല, നമ്മൾ കൂടെ വന്ന നമ്മളെയും വളരെയധികം കംഫർട്ടബിൾ ആക്കിയിട്ടുള്ള 2 മഹത് വ്യക്തികൾ. നന്ദി. അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഊരിവെക്കൽ ചടങ്ങുകളാണ് കേട്ടോ. എല്ലാവരും വളരെയധികം കൃത്യമായിട്ട് വന്ന് ഊരിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഊരിയെടുത്തപ്പം എൻ്റെ രീതിക്ക് വളരെയധികം വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം കോടിക്കണക്കിന് സാധനങ്ങളാണ് ഇട്ടുകൊണ്ട് നടന്നിട്ടുള്ളത്. ഇനിയിപ്പം നോർമലായിട്ട് ചാടിത്തുള്ളി നടക്കാമല്ലോ. സങ്കടം വെച്ചില്ല ഊരിക്കൊണ്ടുപോകുന്നത്. ഒരു നാൾ ചേട്ടാ, ഒരു നാൾ ഞാൻ വാങ്ങിക്കുന്നല്ല, പക്ഷെ ആഗ്രഹിക്കാലോ വാങ്ങിക്കുന്നു. പിന്നെ ജ്വല്ലറി ഊരി കഴിഞ്ഞപ്പോഴേക്ക് ബാക്കിയെല്ലാം ചടുപടേ ഉണ്ടായിരുന്നു. എല്ലാം കൂടി പാലിച്ച് പാർച്ചങ്ങോട്ട് മാറ്റിയിട്ട് വന്ന ഡ്രസ്സിലും ഇട്ടിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോയിരുന്നു. അപ്പോഴാണ് നമ്മൾ എക്സിബിഷൻ കാണാനുള്ള വന്നത്. മെയിനായിട്ട് ഈ ആർട്ടിസ്ട്രി ഷോ എന്ന് പറയുമ്പോൾ അവിടെ കുറേ മഹത് സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാണാതെ പോകാൻ പറ്റിയില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരെ പോയിരിക്കുകയാണ് കുറച്ച് യമണ്ടൻ സാധനങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ.
സ്റ്റോണിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇതോ അതായത് ഫുള്ളി റൂബി ഫുള്ളി നമുക്കത് 100 ഡയമണ്ട്സ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ടർക്വൈസ് വന്ന സ്റ്റോൺസും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു 1389 ഗ്രാം വരുന്ന ഒരു ഹാറ്റാണ്. കൗബോയ് ഹാറ്റ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടായി? ഇല്ല, ഇത് നമ്മുടെ എക്സിബിഷനായിട്ട് ഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന കുറച്ച് പീസസാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ അത് പണ്ട് കാലത്ത് തമിഴ്നാട് കർണാടകയിൽ യൂസ് ചെയ്തിരുന്ന നെക്ലേസ് ആണ് അത്. അത് ഗുണ്ടു നഗരു പെൻഡന്റ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ചെയിനാണ് ഇത് വരുന്നത്, ഒരു നെക്ലേസ് വരുന്നത്. ഷോൾഡർ നെക്കാണ്. ഷോൾഡർ നെക്കിൽ വരുന്നത് നമുക്ക് നേരെ വിയർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ നെക്ലേസ് വരുന്നത്. ഇതിൽ അൺകട്ട് ഡയമണ്ട്സിൽ പവേ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെറ്റിങ്സിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സ്മോൾ റൂബീസും ടേർമലൈൻ എന്ന് പറഞ്ഞ സ്റ്റോൺസും കൂടെ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത്. ഇത് ഹാൻഡ് കഫാണ്. 18 ക്യാരറ്റ് ഗോൾഡിൽ നമ്മൾ അൺകട്ട് ഡയമണ്ടും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് അവിടെയുണ്ട്. പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു നമ്മളത് ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മൾ ശരിക്കും വെഡ്ഡിങ്ങിന് ആ ഒരു ലക്ഷ്മീൻ്റെയും ഗണേഷിൻ്റെയും ഒരു ഇത് വെഡ്ഡിങ്ങിലോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിനൊക്കെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിരുന്ന ഒരു ഓർണമെൻ്റാണ് അത് വരുന്നത്. അത് മറ്റത് ഗോൾഡൻ പെന്നാണ് വരുന്നത്. ഫുള്ളി ഗോൾഡിൽ ആനത്തലയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ലക്ഷ്മീൻ്റെ രൂപങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഗോൾഡിൻ്റെ പെനയാണ്. ഫുള്ളി ഹാൻഡ് മെയ്ഡ് പ്രൊഡക്ട്സ് ആയിരിക്കും ഇതിരിക്കുന്നതൊക്കെ. പിന്നെ ഇത് നമ്മൾ പണ്ട് കാലത്ത് രാജാക്കന്മാരൊക്കെ ദേവി രൂപങ്ങൾക്ക് ചാർത്താനായിട്ട് കിരീടം കൊടുക്കില്ലേ, ആ ഒരു ഇതിൽ മോഡൽ ചെയ്തിരിക്കുന്നതാണ്. വിത്ത് റൂബി സ്റ്റോൺസ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് പണ്ട് നമ്മുടെ ആ ഒരു ആമാടപ്പെട്ടിയിൽ ആ ഒരു ആമാടപ്പെട്ടിയിൽ ഫുള്ളി ഗോൾഡിൽ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിന് നമ്മൾ നോർമൽ ഇതിൽ വെച്ചിരിക്കുന്നതിൽ നമ്മുടെ ഇപ്പോഴത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് നെക്ലേസ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫുള്ളി ഹാൻഡ് മെയ്ഡിലായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടെ നമ്മൾ സെയിലിൽ വെച്ചിരിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. അത് ആർട്ടിക്കിൾസ് ആണ്. അത് നമുക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാം. ഇതിനൊക്കെ ഏകദേശം ഓരോന്നിനും റേറ്റ് വൈസ് ഇപ്പോൾ നമ്മൾ ഒരു പവനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 74,000 പ്ലസ് അതിൻ്റെ മേക്കിംഗ് കോസ്റ്റും GST കൂടെ ഒരു 90,000 ഒരു എമൗണ്ട്. പിന്നെ എമൗണ്ട് വൈസും കുറയുകയാണെങ്കിൽ ഇതൊന്നുമില്ലല്ലോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഗോൾഡിന്റെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, തൂക്കം നോക്കാനും തൂക്കത്തിൻ്റെ കട്ടയും ഉരുക്കുന്ന സാധനങ്ങളും അതും ഞാൻ നമുക്ക് ഈ ഒരു എക്സിബിഷനിൽ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടല്ലോ, നമിക്കണം. ഒരു കഴിവ് കേട്ടോ ഈ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടേ വേൾഡ് ഫേമസ് ഡയമണ്ട്സിന്റെ റെപ്ലിക്കാസും ഉണ്ട്. ഒറിജിനൽ സാധനങ്ങൾ കൊണ്ടുവെക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവർ റെപ്ലിക്കാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളിലോട്ട് പോയപ്പോഴാണ് ദേ ഈ സ്ക്രീൻ സംഭവം കാണുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ജ്വല്ലറി അങ്ങോട്ട് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് എന്നുള്ളത്. അതായത് വെറുതെ പോയിട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ല, നമുക്ക് സ്ക്രീനിൽ തന്നെ അങ്ങോട്ട് സെറ്റ് ചെയ്യാം. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ചയെ. അപ്പോൾ August 3 വരെയാണ് സംഭവമായിട്ട് ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല. വീഡിയോയിൽ കാണുന്നത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നേരിട്ട് കാണുമല്ലോ അതിന്റെ ഫീല് വേറെ തന്നെയായിരുന്നു. നമ്മളൊക്കെ എത്ര പാവപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. പോയി കേറിടായി എല്ലാവരും. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു കഴിവില്ലേ, അത് നിങ്ങൾ കാണണം. അപ്പോൾ വീഡിയോയിൽ വേണ്ട, നേരിട്ട് തന്നെ പോയി കാണുക കേട്ടോ. പിന്നെ മിച്ചു പിന്നെ ആരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ക്യാമറയൊക്കെ നോക്കി എൻ്റെ മുഖം ഒന്ന് കാണുന്നത്. നമ്മുടെ വാസുകൊണ്ടിനില്ലേ തനി അതായിരുന്നു എൻ്റെ കണ്ണൊക്കെ. കാരണം രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ട് ഇല്ലല്ലോ, പിന്നെ ഉറക്കം എല്ലാം കൂടി അത്രയും നേരം ഞാൻ പിടിച്ചു വെച്ചു. പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി ഓട്ടോമാറ്റിക്കലി ഒന്ന് കിറങ്ങി. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തെത്തി, എങ്ങനെയെങ്കിലും കുറച്ച് ഫുഡ് അടിച്ച് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി കിടന്നുറങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറത്തിറങ്ങിയപ്പോഴോ നല്ല അടിപൊളി മഴയും. ആ ഭാഗത്തേക്ക് ഒരു ഓട്ടോ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കുഞ്ഞളിയനും മിച്ചും കൂടിയിട്ട് പുറത്തേക്ക് നടന്ന് പോയി ഓട്ടോ പിടിച്ച് വന്നതാണ്. എനിക്ക് തോന്നുന്നു മറ്റേ മാവൂരോട് ആ സൈഡിൽ, നമ്മുടെ KSRTC സൈഡ്, ആ സൈഡിൽ പോയിട്ട് ഓട്ടോ പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ച് വന്നതാട്ടോ. അപ്പം
നോക്കുമ്പോഴേക്കും പുറത്തത്തെ വിളിച്ചത് നോക്കുമ്പോഴേക്കും എനിക്കൊന്നും പറയാനില്ല. ഉഫ്, ഇത്രയും അലമ്പായിട്ട് നിൽക്കുന്ന ഞാനേ, കാരണം എനിക്ക് മോൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഞാൻ ഇപ്പോൾ വീഴുന്നു. ഭാഗ്യത്തിന് ഒരു ഓട്ടോ വന്ന് ഞങ്ങൾ കൂടെ കയറി ഗോകുലത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തുടങ്ങുന്നത് ഷാപ്പിൽ വെച്ചിട്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് ഈ ഒരു പരിപാടി തീർക്കുന്നതും ഒരു എന്താ പറയുക, ഒരു ഫിനാലെ കൊടുക്കുന്നതും എനിക്ക് ഷാപ്പിൽ നിന്ന് ആവണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ച സമയത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ ആർക്കാട്ടാ കയറാൻ പറ്റുക, നല്ല തിരക്കായിരുന്നു. ഉള്ളിലും തിരക്ക്, പുറത്ത് വെയിറ്റ് ചെയ്യാനും തിരക്ക്. അങ്ങനെ ഞങ്ങൾ പരാജയം സമ്മതിച്ച് മുകളിലോട്ടേക്ക് ഫുഡ് കോർട്ടിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കുഞ്ഞളീൻ്റെ മതവും ഞങ്ങളുടെ മതവും ബിരിയാണിയിൽ ഒതുക്കി. ഞാൻ പിന്നെ ഒതുക്കലൊന്നുമില്ല. അവർ KFCൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ പിന്നെ ബർഗറും ഷവർമയും ചിക്കൻ പീസും എന്തൊക്കെയൊക്കെ ഉള്ള അടിപൊളി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് എല്ലാം കൂടി കുത്തിക്കയറ്റി. ഉറക്കമുണ്ടെങ്കിലും വിശപ്പ് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല പോളിംഗ് ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു കുൽഫിയും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ ഈ മനോഹരമായിട്ടുള്ള സംഭവത്തിലെ അവസാനം കുറിക്കുന്നത്. എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് റിലീസാക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം, കുറച്ച് ദിവസം നല്ല പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ മറ്റേ എൻഗേജ്മെൻറ്റ് സാധനങ്ങൾ ബാക്കിയിടാം. ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ചും പിന്നെ എൻഗേജ്മെൻറ്റ് വ്ളോഗും ഇല്ലേ, അത് ഞാൻ ഇടാം. ഓക്കെ, കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. എന്നാൽ പിന്നെ കാണാം കേട്ടോ. ബൈ ബൈ.